Next, we are going to look into the topic binomial theorem. Binomial theorem എന്ന് പറയുമ്പോഴത്തേക്കും we are having two set of variables, that is x and y, which is raised to a positive integer n. അപ്പം ഈ ഒരു എക്സിനെയും വൈനെയും ദ ഹോൾ റേസ് ടു എന്നെ നമ്മൾ എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ സി 0 എക്സ് റേസ് ടു എൻ. അപ്പോൾ ഇവിടെ വൈയുടെ പവർ എന്ന് പറയുന്നത് 0 ആണ്. എൻ സി 1 എക്സ് റേസ് ടു എൻ മൈനസ് 1 വൈ, അതായത് വൈ വന്നു തുടങ്ങി അപ് ടു എ പോയിന്റ് വെയർ എക്സ് ഇസ് റേസ് ടു 0 ആൻഡ് വൈ വിൽ ബി റേസ് ടു എൻ. അതിനെ കോമൺ ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. യൂഷ്വലി ബൈനോമിയൽ തിയറത്തിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ എക്സ്പാൻഡ് ചെയ്യാൻ വരും. സോ ഫോർ ദാറ്റ് യു വിൽ നീഡ് ടു നോ ദിസ് ഫോർമുല. ചിലപ്പോൾ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കാനായിട്ട് വരും. സോ അതിനനുസരിച്ച് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ സം ഓഫ് ദ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കാൻ വരും. So in case of positive integers, the coefficient of x1 raised to n minus 1, x2 raised to, n minus 1 അല്ല n1, x2 raised to n2 up to xk raised to nk എന്ന് പറയുന്നത് നമുക്ക് ഇവരെ എല്ലാവരെയും കൂടെ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കാൻ നമുക്കിങ്ങനെ എഴുതാനായിട്ട് സാധിക്കും, റൈറ്റ്? അപ്പം ഇതിനെ മൾട്ടിനോമിയൽ കോഎഫിഷ്യൻ്റ് എന്ന് പറയും. അതായത് പല എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കിപ്പം ഒരു പെർട്ടിക്കുലർ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഹോൾ റേസ് ടു 4 ഇപ്പം ഇങ്ങനെ ഒരു ഈക്വേഷൻ എനിക്ക് വരുവാണ്. അപ്പം ഇതിലെ എക്സ് വൈ സെഡിൻ്റെ കോഎഫിഷ്യൻ്റ് എനിക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ദി മൾട്ടിനോമിയൽ കോഎഫിഷ്യൻ്റ് ദാറ്റ് വിൽ ഹാവ് ടു ഫൈൻഡ് ഔട്ട്. ബട്ട് നോ വറീസ്, വിൽ മേ ബി ഡു സം ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ദ സെയിം. First question, expand the given function. അപ്പോൾ അത് ബൈനോമിയൽ തിയറം വെച്ചിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. വാട്ട് ഈസ് എ ബൈനോമിയൽ തിയറം? വി നോ ദാറ്റ് ഇറ്റ്സ് എൻ സി 0 എക്സ് റേസ് ടു എൻ വൈ റേസ് ടു 0 പ്ലസ് എൻ സി 1 എക്സ് റേസ് ടു എൻ മൈനസ് 1 വൈ റേസ് ടു 1. ഇറ്റ് ഗോസ് അപ്പ് ടു എൻ സി എൻ എക്സ് റേസ് ടു 0 വൈ റേസ് ടു എൻ. നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് മൈ എക്സ്? ഇറ്റ്സ് നത്തിങ് ബട്ട് 2x. വാട്ട് ഈസ് മൈ വൈ? ഇറ്റ്സ് നത്തിങ് ബട്ട് 3y. What is my n? It is nothing but 4. അല്ലേ? അപ്പം എക്സ്പാൻഡ് ചെയ്തേ. 4c0 2x the whole raised to 4 plus 4c1 2x cube 3y plus 4c2 2x square 3y square plus 4c3 2x into 3y cube plus 4c4 3y the whole cube. ഇങ്ങനെയാണ് നമ്മളിതിനെ എക്സ്പാൻഡ് ചെയ്യേണ്ടത്. അപ്പം ഇതിനെ നമ്മൾക്ക് 4c0 2 into 2 4 16 x raised to 4 plus 4c1 8 into 3 8 into 3 xy 4c2 4 into 9 is 36xy plus 4c3 27 into 2 is nothing but 54 xy cube x square y square the x cube y plus 4c4 27y cube y cube അല്ല ഇത് y raised to 4. So it's y raised to 4. Right? അപ്പോൾ ഇതിനെ നമ്മൾ സോൾവ് ചെയ്ത് എഴുതുമ്പോൾ ഫൈനലി ഹൗ വിൽ ഐ ഗെറ്റ് 81y raised to 4 plus 216 xy cube plus 216 x square y square plus 96 x cube y plus 16 x raised to 4. ഇതായിരിക്കും നമുക്ക് ഫൈനലി കിട്ടുന്ന ആൻസർ. സോ ട്രൈ ടു ഇലാബറേറ്റ് ഇറ്റ് ആസ് മച്ച് ആസ് യു ക്യാൻ, റൈറ്റ്? അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഫൈൻഡ് ദി കോഎഫിഷ്യൻ്റ് ഓഫ് x raised to 5 y raised to 2 in the expansion of x plus y the whole raised to 7. This is a format that we had learned earlier. That is a multinomial example ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? We have n1 is equal to 5, n2 is equal to 2 and my n is equal to 7. That is this one. അല്ലേ? അല്ലെങ്കിൽ n1 plus n2 നമുക്ക് എടുക്കാം. So the coefficient of x raised to 5 y raised to 2 in x plus y the whole raised to 7 is nothing but 7 factorial divided by 5 factorial and 2 factorial. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു n factorial divided by n 1 factorial n 2 factorial. നമ്മൾ നേരത്തെ നോക്കിയ കാര്യമാണ്. That's nothing but 21. So this question is as easy as that.
ഡിറ്റർമൈൻ ദി സം ഓഫ് ഓൾ ദി കോയിഫിഷ്യൻസ് ഇൻ. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസിലെയും കോയിഫിഷ്യൻസ് നമുക്ക് കണ്ടുപിടിക്കണം. ഒരു ടിപ്പ്, നമ്മൾ കോയിഫിഷ്യൻസ് കണ്ടുപിടിക്കുമ്പോൾ വാട്ട് ആർ വി ഡൂയിങ്, വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് എക്സ് വൈ ഇസഡ് അല്ലെങ്കിൽ വാട്ട്സ് എവർ ദ വേരിയബിൾ ഇറ്റ് ഈസ് ആസ് 1 ആസ് ഈക്വൽ ടു 1. അങ്ങനെയാണ് നമ്മളിതിൻ്റെ സം ഓഫ് ഓൾ കോയിഫിഷ്യൻസ് കണ്ടുപിടിക്കുന്നത്. സമ്മിന് മാത്രമാണ് നമ്മൾ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ടേക്ക് അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. x plus y the whole cube. So for x plus y the whole cube, in order to know the sum of the coefficient, what I should do? I should substitute my x and y with 1. 1 plus 1 the whole cube, 2 cube, 8 is my sum of the coefficients. Let's look into the second question. X plus y plus z the whole raised to 10. It is nothing but 1 plus 1 plus 1 the whole raised to 10, that's nothing but 3 raised to 10. 54049 ആണെന്ന് തോന്നുന്നു. ജസ്റ്റ് ഡോണ്ട് ഗോ വിത്ത് ദ ഫൈനൽ ആൻസർ. അത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ എഴുതുക. സോ ദാറ്റ്സ് ഹൗ യു ഡു ഫോർ ദിസ് ക്വസ്റ്റ്യൻ. സം ഓഫ് ഓൾ കോയിഫിഷ്യൻസ് ചോദിച്ച് നിങ്ങൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ നേരത്തെ നമ്മൾ കോയിഫിഷ്യൻറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എന്നുള്ള ഒരു രീതിക്കാണ് റേസ് ടു 4 അങ്ങനെ എന്തോ സംതിങ് ആണെന്നാണ് നമ്മൾ ചെയ്തേ. അപ്പം അവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരു എക്സ്ട്രാ കോയിഫിഷ്യൻസ് ഇല്ല. ഇവിടെ നിങ്ങൾ നോക്കിയേ, എക്സിനും വൈക്കും ഇസഡിനും ഓരോ കോയിഫിഷ്യൻസ് വെച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയാണ് ഇതിനെ സോൾവ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, നമ്മൾ യൂഷ്വലി ഒരു കോയിഫിഷ്യൻ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേനും നമ്മൾ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തിങ്, ഫൈൻഡ് ദ കോയിഫിഷ്യൻറ്റ് യൂസിങ് ദി മൾട്ടിനോമിയൽ തിയറം. റൈറ്റ്? അപ്പം അതിലെങ്ങനെയാണ്, എൻ്റെ n എന്താണ്? 4 ആണ്. എൻ്റെ n1 എന്താണ്? 1 ആണ്. എൻ്റെ n2 എന്താണ്? 1 ആണ്. എൻ്റെ n3 എന്താണ്? 2 ആണ്. ഇത് 1 1, ഇത് 2. ഇത് വെച്ചിട്ട് നിങ്ങൾ കോയിഫിഷ്യൻസ് കണ്ടുപിടിക്കണം. ആദ്യമേ 4 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 1 ഫാക്ടോറിയൽ 1 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 12. ഇനി അടുത്തത് സ്റ്റെപ്പ് 2. ഓക്കെ, സ്റ്റെപ്പ് 2ൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? വി നീഡ് ടു കൺസിഡർ ദ കോയിഫിഷ്യൻസ് ഇൻ ദി ക്വസ്റ്റ്യൻ, ഗിവൺ ക്വസ്റ്റ്യൻ. അതായത് നമ്മളുടെ മെയിൻ ഫോർമുലയ്ക്കകത്ത് അല്ലെങ്കിൽ മെയിൻ ക്വസ്റ്റ്യനകത്ത് എന്തൊക്കെയാണ് കിടക്കുന്നത് എന്നുള്ളത്. എക്സിൻ്റെ കൂടെ നമുക്കൊരു 2 ഉണ്ട് അല്ലേ? വൈയുടെ കൂട്ടത്തിൽ നമുക്കൊരു -1 ഉണ്ട്. ഇസഡിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു -1 ഉണ്ട്. ഇനി നോക്കിക്കേ, നമ്മൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട കോയിഫിഷ്യൻ്റെ പവേഴ്സ് നോക്കിയേ. എക്സ് എന്ന് പറയുന്ന ഹോൾ റേസ് ടു 1 ആണ്, വൈ ഹോൾ റേസ് ടു 1 ആണ്, ഇസഡ് ദ ഹോൾ സ്ക്വയർ ആണ്. മൾട്ടിപ്ലൈ ചെയ്ത് വാട്ട് വിൽ വി ഗെറ്റ്? വി ഗെറ്റ് -2, right? Now my step 3 will be multiply the results what we got in step 1 and step 2. So our final answer will be 12 into -2, that is nothing but -24 will be our final answer. Next we are going to look into the pigeonhole principle. Pigeonhole principle എന്ന് പറയുന്നത് വളരെ ജനറൽ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ്. അതായത് if there are m pigeons that occupy n pigeonholes such a way that m is less than n, then at least one pigeonhole has 2 or more pigeons. നമുക്ക് എലാബറേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ലെറ്റ്സ് ലുക്ക്. ഇപ്പോൾ എനിക്ക് 2 pigeon holes ഉണ്ട്. ഓക്കെ, അപ്പം എൻ്റെ n എന്ന് പറയുന്നത് 2 ആണ്. എനിക്ക് 3 പീജൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. സച്ച് വേ ദാറ്റ് m is greater than n, സോ 3 പീജൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആദ്യത്തെ പീജനെ ഞാൻ ഇവിടെ അക്കോമഡേറ്റ് ചെയ്തു A, രണ്ടാമത്തെ പീജനെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്തു B, അപ്പോൾ അടുത്ത ഒരു പീജനും കൂടെ, ഒരു C എന്ന് പറഞ്ഞൊരു പീജനും കൂടെ ലെഫ്റ്റാണ്. ഐ നീഡ് ടു പുട്ട് ഇറ്റ് ഇൻ ഐദർ A or B. സോ ഇപ്പോൾ എയിലിട്ടാലും ഇവിടെ ഇപ്പം എയുടെ കൂടെ ഇട്ടാലും ബിയുടെ കൂടെ ഇട്ട് കഴിഞ്ഞാലും 1 pigeon hole will be having 2, റൈറ്റ്? അതാണ് പീജൻ ഹോൾ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ മാത്തമാറ്റിക്കലി വി കെൻ ഓൾസോ റെപ്രസെൻറ്റ് ഇറ്റ് ആസ് kn+1 where n is the number of holes. If the kn+1 is the total number of pigeons and n is the number of holes, then at least k+1 pigeons will be in the same hole. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. Prove that in a room 13 people in a room of 13 people, 2 or more people have the birthday in the same month. So നമ്മളുടെ ഇവിടുത്തെ ഹോൾസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാ? മന്ത്സ് ആണ്. ഓക്കെ,
സോ ലെറ്റ് us see. എൻ്റെ മന്ത് എന്ന് പറയുന്നത് ഹൗ മെനി മന്ത്സ് ഡു വി ഹാവ് ഇൻ എ ഇയർ? ഐ എം ഹാവിങ് 12 months in a year. That is my whole is 12, right? How many people am I having in total? Kn plus 1. How many people am I having in total? That is 13. K. നമുക്ക് നോക്കാം. K into 12 plus 1 is equal to 13. K of 12 is equal to 12. Therefore, K is equal to 1. Okay? ഇനി അടുത്തത്. ഇപ്പം കെയുടെ വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് 12 മാസമുണ്ട്, 13 ആൾക്കാരുണ്ട്. ഇപ്പോൾ ഓരോ ആൾക്കാരും ഓരോ മാസമാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരാൾക്കെങ്കിലും ഒരു മാസത്തിൽ 2 പേരെന്ന് വെച്ച് വരത്തില്ലേ? അതത്രേ ഉള്ളൂ. സോ കെ പ്ലസ് 1 ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 1 plus 1 2. So there will be at least 2 people in any month that will celebrate their birthday. അല്ലെങ്കിൽ എത്ര ആൾക്കാരാന്ന് പറഞ്ഞപ്പോഴത്തേനും there will be 2, at least 2 people who are having their birthdays in the same month. A bag contains beads of red and black color. What is the smallest number of beads that can be drawn so that 2 of them are the same color? So I'm having a box of red beads. I'm having a box of I'm having a one bag that is having red beads and black beads. Okay, so if it is for example I'm having ഒരു റെഡ് ഉണ്ട് ഒരു ബ്ലാക്ക് ഉണ്ട്. ഇപ്പോൾ എനിക്കൊരു 6 എണ്ണം ഉണ്ടെന്ന് വിചാരിക്കുക. ഇങ്ങനെ 3 റെഡും 3 ബ്ലാക്ക്. ഞാൻ ഒരു ബീഡ് ഇവിടെ പുറത്തെടുത്തു. ഇറ്റ് ക്യാൻ ബി റെഡ് ഓർ ബ്ലാക്ക്. ഇപ്പോൾ എനിക്കൊരു ബ്ലാക്ക് ഉണ്ട്, ഒരു റെഡ് അല്ലെങ്കിൽ അതെങ്കിൽ ബ്ലാക്ക് ആവാം എന്നുള്ള രീതി എടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഒന്നോടൊരു ബീഡ് എടുത്തു. ഒന്നെന്നുണ്ടെങ്കിൽ അത് സെയിം കളറായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അത് ഡിഫറെൻറ്റ് കളറായിരിക്കും അല്ലേ? ഇപ്പം ബൈ ചാൻസ് ഞാനിപ്പോൾ ഇവിടെ റെഡ് എടുത്തു, എനിക്ക് അടുത്ത ബീഡ് കിട്ടിയത് ബ്ലാക്കാന്ന് വിചാരിക്കുക. വീണ്ടും ഞാൻ ഒന്നോടൊരു ബീഡ് എടുത്തു. ദിസ് ക്യാൻ ബി ഐദർ ബ്ലാക്ക് ഓർ റെഡ് അല്ലേ? പക്ഷേ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിം കളേഴ്സ് അല്ലേ? സോ അപ്പോൾ നിങ്ങൾക്ക് വേണേൽ ആലോചിക്കാം, ഇപ്പോൾ ഈ ഇത് റെഡ് എടുത്തു ഇത് റെഡ് എടുത്തു, പോസിബിൾ ആണല്ലോ എന്നുള്ളത്. പക്ഷേ അത് എഗെയിൻ ഒരു പ്രോബബിലിറ്റിയാണ്. നമുക്കിവിടെ അഷ്യൂറിറ്റിയാണ് വേണ്ടത്. വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ ഓഫ് ബീഡ്സ് ദാറ്റ് ക്യാൻ ബി ഡ്രോൺ സോ ദാറ്റ് ദ 2 of them are the same color. 2 beads ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്രോബബിലിറ്റി. ഇറ്റ് ക്യാൻ ബി റെഡ് റെഡ്, ഇറ്റ് ക്യാൻ ബി ബ്ലാക്ക് ബ്ലാക്ക്, ഇറ്റ് ക്യാൻ ബി റെഡ് ആൻഡ് ബ്ലാക്ക്. ബട്ട് ഇഫ് ഐ എം ഡ്രോയിങ് 3 beads, ഈ ഒരു കേസ് ആണെങ്കിൽ പോലും ഐ വിൽ ബി ഗെറ്റിംഗ് ഇറ്റ്സ് ഐദർ ദിസ് വൺ or either this one. So the smallest number of beads that should be drawn so that the 2 of them are the same color is 3. So 3 beads ആയിരിക്കും നമ്മൾക്ക് ഡ്രോ ചെയ്യേണ്ടത്. Again, ഇപ്പം പീജൻ ഹോൾ പ്രിൻസിപ്പിളിൻ്റെ ഒന്നും അധികം നമ്മൾ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. It's just this question is just to make your understanding clear.